97 ഈ വിവാഹം നടക്കുന്ന കാലത്ത് ചില മാധ്യമ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേ ആണെന്ന് തോന്നുന്നു. അന്ന് ഇവരുടെ കുടുംബത്തിൽ വലിയ എതിർപ്പുണ്ടായി. ഈ റോബർട്ട് വാദ്ര ഇങ്ങനെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വിവരം അറിഞ്ഞപ്പോൾ കുടുംബത്തിൽ വലിയ എതിർപ്പുണ്ടായി. സോണിയാഗാന്ധിയൊക്കെ എതിർപ്പറിയിച്ചു. അതിനന്ന് കാരണമായി ആ റിപ്പോർട്ടിൽ പറഞ്ഞത് വളരെ കൗതുകകരമായ സംഗതിയാണ്. അതായത് ഇവരുടെ കുടുംബ വസ്തു RSSന് അല്ലെങ്കിൽ സംഘപരിവാറിനാണ് ഇവർ സംഭാവന ചെയ്തിരിക്കുന്നത്. അവരുടെ വിദ്യാലയം, അവരുടെ റോബർട്ട് വാദ്രയുടെ കുടുംബ വസ്തു സംഘപരിവാറിന് സംഭാവന ചെയ്തിരിക്കുന്നു. അവരുടെ സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് 97 തന്നെ വന്നതാണ്. അപ്പോൾ അന്നേ നമുക്ക് തോന്നിയിരുന്നു ഇത് ഏത് തരത്തിലായിരിക്കും നെഹ്റു കുടുംബത്തിന് അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിന് എന്ത് പുകിലായിരിക്കും ഉണ്ടാക്കി വെക്കുക എന്ന് വെറുതെ നമുക്ക് തോന്നുമല്ലോ. ഇങ്ങനെ ഒരു ആരോപണം തന്നെ ആദ്യം തന്നെ വരുമ്പോൾ അങ്ങനെ വന്ന് ഏറ്റവും ഒടുവിൽ നോക്കിയാൽ ഇത് എവിടം വരെ പോകുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം കഴിഞ്ഞ ഇലക്ട്രൽ ബോണ്ട് വിവാദം വന്നപ്പോൾ ഓർമ്മയുണ്ടല്ലോ, 170 കോടി രൂപ DLF ഇലക്ട്രൽ ബോണ്ടിൽ കൊടുത്തിരുന്നു BJPക്ക്. പിന്നീട് കേസ് പതുക്കെ അങ്ങ് മരവിക്കുകയായിരുന്നു എന്നുള്ള ആരോപണം അവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടൻ രാഷ്ട്രീയം ഈ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന് സോണിയാഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും പറയാനാണ് സാധ്യത.